കേരള സ്റ്റോറി സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ കോടതിയലക്ഷ്യ ഹർജി. സിനിമ ബംഗാളിൽ പ്രദർശിപ്പിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് ഹർജി. ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതായും ഹർജിയിൽ പറയുന്നു. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഗോപിക അരവിന്ദ് വിവരങ്ങൾ നൽകും. ഗോപിക, ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിധി, ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വരാനിരിക്കെ കൂടിയാണ് നിർമ്മാതാക്കൾക്കെതിരെ ഒരു കോടതിയലക്ഷ്യ ഹർജി കൂടി വരുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് അത് റിലീസ് ചെയ്യുന്നതിനെതിരായിരുന്നു. അത് മറികടന്നുകൊണ്ട് പലയിടങ്ങളിലും സിനിമ കാണിക്കാനുള്ള ശ്രമം നടത്തിയെന്നാണോ ഹർജിയിൽ പറയുന്നത്? അതെ, തീർച്ചയായും ജിൽസി. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ സിറ്റിംഗ് ഡിവിഷൻ ബെഞ്ചിന്റെ എല്ലാം നടത്തി രാത്രി. എന്നാൽ അതിന്റെ വിധി ഇപ്പോഴും വന്നിട്ടില്ല. അതായത് ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് പറയുന്ന ഈ സ്റ്റേ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സിനിമ ബംഗാളിൽ ഉൾപ്പെടെ പ്രദർശിപ്പിക്കാൻ ഒരു ശ്രമം നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സിനിമ ബുക്ക് ചെയ്യുന്ന ഈ ബുക്ക് മൈ ഷോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ബുക്കിംഗ് ആരംഭിച്ചതായാണ് ഈ ഹർജിക്കാരൻ ഇന്ന് സിംഗിൾ ബെഞ്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതി അലക്ഷ്യ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ ഉച്ചയോട് കൂടിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ സിംഗിൾ ബെഞ്ച് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ച് സിനിമയുടെ റിലീസ് സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. എന്നാൽ ഇതിന് ഇന്നലെ രാത്രി തന്നെ വൈകിട്ട് സ്പെഷ്യൽ സിറ്റിംഗ് നടത്തിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ച് 2 മണിക്കൂറോളം വിശദമായ വാദം കേട്ടിരുന്നു. എന്നാൽ അതിൽ വിധി പറയാൻ ഇന്നേക്ക് മാറ്റിയിരുന്നു. ഏകദേശം ഇന്ന് ഉച്ച 1:45 കൂടിയാണ് ഇതിൽ വിധി പറയുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് ഈ സ്റ്റേ നിലനിൽക്കെ തന്നെയാണ് ഈ ടിക്കറ്റ് വിൽപ്പനയുടെ നീക്കം നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷത്തെ ആഫ്റ്റർനൂൺ ഷോകൾക്കാണ് ഇപ്പോൾ കൊൽക്കത്ത, മുംബൈ, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള അവിടെയുള്ള തിയേറ്ററുകളിൽ ഇത്തരത്തിൽ ടിക്കറ്റ് വിൽപ്പനയ്ക്കായി നിർമ്മാതാക്കൾ ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറയുന്ന ഹർജിക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട് കോടതി അലക്ഷ്യ ഹർജി സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഉടൻ തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്ന് കരുതാം ജിൽസി. ഗോപിക അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. കേരള സ്റ്റോറി 2ന്റെ റിലീസ് തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഇന്നിപ്പോൾ വിധി പറയാനിരിക്കുന്നത്. അതിനെതിരെ കൂടിയാണ് നിർമ്മാതാക്കൾ കോടതിയലക്ഷ്യം നടത്തിയെന്ന് പറഞ്ഞ ഒരു ഹർജി കൂടി ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തിയിരിക്കുന്നത്. അതിൽ കൂടി ഒരുപക്ഷേ കോടതിയുടെ വിധി ഇന്നുണ്ടായേക്കും എന്നുള്ള